2007 ഇന്ത്യയുടെ ചരിത്ര T20 വിജയത്തിന്റെ ആവേശത്തിൽ കൂടിയാണ് IPLന്റെ തുടക്കം. പണക്കൊഴുപ്പിന്റെയും ആവേശത്തിന്റെയും കാര്യത്തിൽ IPL ലോക കായികവേദിയിലും ഇതിനോടകം സുപ്രധാനമായ ഇടം നേടിക്കഴിഞ്ഞു. ക്രിക്കറ്റ് ലീഗുകളിൽ ലോകത്തെ ഏറ്റവും സമ്പന്നമായ IPLന്റെ ഏറ്റവും പുതിയ സീസണിൽ IPL ചരിത്രത്തിലെ റെക്കോർഡ് തുകയാണ് ഓസ്ട്രേലിയൻ താരങ്ങളായ പാറ്റ് കമിൻസും മിച്ചൽ സ്റ്റാർക്കും നേടിയത്. കഴിഞ്ഞ സീസണുകളിൽ അപ്രതീക്ഷിതമായതും പ്രതീക്ഷിച്ചതുമായ നിരവധി വിലയേറിയ താരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2008 ആദ്യ സീസണിൽ ധോണിയായിരുന്നു ഏറ്റവും വിലയേറിയ താരം. ധോണി മുതൽ സ്റ്റാർക്ക് വരെയുള്ള കോടികൾ പോക്കറ്റിലാക്കിയ വിലയേറിയ താരങ്ങൾ. ധോണിയെ 2008 ചെന്നൈ സ്വന്തമാക്കിയത് 9.5 കോടി മുടക്കിയാണ്. മുംബൈ ഉയർത്തിയ കടുത്ത പോരാട്ടത്തെ മറികടന്നാണ് അന്ന് ധോണിയെ ചെന്നൈ കൂടെ കൂട്ടിയത്. 2007 പ്രഥമ T20 ലോകകപ്പ് ഇന്ത്യക്ക് നേടുത്തുന്ന ക്യാപ്റ്റൻ ധോണിയെ ചെന്നൈ ക്യാപ്റ്റനുമാക്കി. ആദ്യ സീസണിലെ ക്യാപ്റ്റന്മാരിൽ ഇന്നും IPL ടീമിനെ നയിക്കുന്ന ഒരേ ഒരു ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയാണ്. 5 കിരീട വിജയത്തിലേക്ക് ചെന്നൈയെ ധോണി ഇതുവരെ നയിക്കുകയും ചെയ്തു. 2009 ഏറ്റവും കൂടുതൽ തുക മുടക്കി ടീമിനൊപ്പം താരത്തെ ചേർത്ത ടീമുകളിൽ ഒന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെയാണ്. ഫ്ലിൻഡോഫിന്റെ ഓൾറൗണ്ട് മികവിൽ വിശ്വസിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് താരത്തെ ടീമിനൊപ്പം കൂട്ടി. ഫ്ലിൻഡോഫിനെ ടീമിൽ എത്തിച്ചെങ്കിലും പരിക്കും മറ്റു കാരണങ്ങളും കൊണ്ട് താരത്തിന്റെ മികച്ച പ്രകടനം ഉണ്ടാകാതെ പോയി ആ വർഷം. 2009 റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കെവിൻ പീറ്റേഴ്സനെ ടീമിലെത്തിച്ചതും 9.80 കോടി മുടക്കി തന്നെയാണ്. ന്യൂസിലാൻഡ് പേസർ ഷെയ്ൻ ബോണ്ടും വെസ്റ്റ് ഇൻഡീസ് വെട്ടിക്കെട്ട് താരം കിറോൺ പൊള്ളാർഡുമായിരുന്നു 2010 വിലയേറിയ താരങ്ങൾ. പൊള്ളാർഡിനെ മുംബൈ ഇന്ത്യൻസും ബോണ്ടിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും 4.80 കോടി രൂപ മുടക്കി സ്വന്തമാക്കി. മറ്റു സീസണുകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തുക തന്നെയാണിത്. മുംബൈ സ്വന്തമാക്കിയ പൊള്ളാർഡ് പിന്നീട് ടീമിന്റെ സുപ്രധാന താരമാവുകയും രോഹിത്തിന്റെ അഭാവത്തിൽ ടീമിനെ നയിക്കുകയും ഇപ്പോൾ ടീമിന്റെ പരിശീലക സംഘത്തിൽ ഉൾപ്പെടുകയും ചെയ്തു. IPL ആദ്യമായി ഒരു താരത്തെ 10 കോടി രൂപ മുടക്കി ടീമിലെത്തിക്കുന്നത് 2011 ഏകദിന ലോകകപ്പ് വർഷത്തിൽ നടന്ന IPLന്റെ 4ാം പതിപ്പിൽ ഇന്ത്യൻ താരം ഗൗതം ഗംഭീറിനെ കൊൽക്കത്ത സ്വന്തമാക്കുന്നത് 14.90 കോടി രൂപ മുടക്കിയാണ്. താരത്തെ സ്വന്തമാക്കിയ കൊൽക്കത്ത ടീമിന്റെ നായകനുമാക്കി. ഗംഭീറിന്റെ കീഴിൽ 2 തവണ IPL കിരീടവും ടീം നേടി. 2012 2014 കിരീട നേട്ടങ്ങൾ. പിന്നീട് ഇതുവരെ കൊൽക്കത്തയ്ക്ക് കിരീട നേട്ടം ഉണ്ടാക്കാനായിട്ടില്ല. ചെന്നൈ സൂപ്പർ കിങ്സ് വീണ്ടും ഉയർന്ന തുക ഒരു താരത്തിനായി മുടക്കിയ സീസണായിരുന്നു 2012 IPL സീസൺ. 12.80 കോടി മുടക്കി രവീന്ദ്ര ജഡേജയെ ചെന്നൈ ടീമിലെത്തിച്ചു. ബാറ്റ് കൊണ്ടും പന്തുകൊണ്ടും മിന്നൽ ഫീൽഡിംഗ് കൊണ്ടും ചെന്നൈ വിജയങ്ങളിലേക്ക് നയിക്കുന്ന താരമാണ് ജഡേജ. ഇടയ്ക്ക് ധോണിക്ക് പകരം ചെന്നൈയുടെ ക്യാപ്റ്റൻ സ്ഥാനവും താരം നേടിയിരുന്നു. രാജസ്ഥാൻ, കൊച്ചി ടസ്കേഴ്സ്, ഗുജറാത്ത് ലയൺസ് എന്നിവയാണ് രവീന്ദ്ര ജഡേജ കളിച്ച മറ്റ് IPL ടീമുകൾ. 2677 റൺസും 152 വിക്കറ്റും ഇതിനോടകം താരം IPL നിന്ന് നേടി. 2014 സീസണിൽ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച വൈറ്റ് ബോൾ ക്രിക്കറ്ററായ യുവരാജ് സിംഗ് ആയിരുന്നു വില കൂടിയ താരം. 14 കോടി മുടക്കി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് യുവിയെ എന്ന ടീമിലെത്തിച്ചത്. കോഹ്ലിയുടെ കീഴിൽ മികച്ച കളി പുറത്തെടുക്കാൻ താരത്തിനായി. 14 മത്സരങ്ങളിൽ നിന്ന് 376 റൺസാണ് യുവി അന്ന് നേടിയത്. 2014 പിന്നാലെ 2015 യുവരാജിന് റെക്കോർഡ് തുക തന്നെയാണ് ലഭിച്ചത്. 16 കോടി രൂപയ്ക്കാണ് അന്ന് RCB വിട്ട് താരം ഡൽഹി ഡെയർ ഡെവിൾസിലെത്തുന്നത്. ആദ്യമായിട്ടായിരുന്നു ഒരു താരത്തിന് IPLൽ 15 കോടിക്ക് മുകളിലെ തുക ടീമിലെത്താൻ ലഭിക്കുന്നത്. വലിയ തുക മുടക്കി ടീമിലെത്തിച്ചെങ്കിലും മികച്ച പ്രകടനം താരത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഇന്ത്യക്കായി പുറത്തെടുക്കുന്ന തരത്തിലുള്ള ഒരു പോരാട്ടം IPLൽ യുവരാജിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. 2023 മുൻപ് ആദ്യമായി ഒരു ഓസ്ട്രേലിയൻ താരം സീസണിലെ ഏറ്റവും ഉയർന്ന തുക സ്വന്തമാക്കുന്നത് 2016 ഓൾറൗണ്ടർ ഷെയ്ൻ വാട്സൺ ആയിരുന്നു അന്ന് വില കൂടിയ താരം. 9.50 കോടി മുടക്കിയാണ് അന്ന് വാട്സൺ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലെത്തുന്നത്. രാജസ്ഥാൻ റോയൽസിനായി കൂടുതൽ കാലം കളിച്ച താരം ചെന്നൈക്കായും കളിച്ചിട്ടുണ്ട്. ചെന്നൈക്കും രാജസ്ഥാനുമൊപ്പം IPLൽ കിരീട നേട്ടവും ഉണ്ടാക്കി. IPLൽ ആദ്യ സീസണിലെ ടൂർണമെന്റിലെ താരവുമായി. കൂടുതൽ തുക നേടിയവരിൽ കൂടുതലും ഓൾറൗണ്ടേഴ്സാണ്. മറ്റൊരു ഓൾറൗണ്ടർ സീസണിലെ ഏറ്റവും ഉയർന്ന് സ്വന്തമാക്കുന്നത് 2017 ബെൻ സ്റ്റോക്സ് ആയിരുന്നു 2017 ഉയർന്ന തുക ലഭിച്ച താരം. 14.50 കോടി രൂപയാണ് താരത്തിനായി പൂനെ സൂപ്പർ ജയൻസ് മുടക്കിയത്. 2018 രാജസ്ഥാൻ റോയൽസിനൊപ്പം ചേർന്ന താരം മികച്ച പ്രകടനം സീസണിലുടനീളം നടത്തി എന്ന് പറയാനാകില്ലെങ്കിലും താരത്തിന്റെ സെഞ്ചുറി പ്രകടനം രാജസ്ഥാനിലുണ്ടായി. 2017 പൂനെയെ ഫൈനലിലെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതും ബെൻ സ്റ്റോക്സ് ആയിരുന്നു. 2019 ഇന്ത്യൻ താരങ്ങൾക്കായിരുന്നു കൂടുതൽ തുക ലഭിച്ചത്. അപ്രതീക്ഷിത നീക്കമെന്ന് വിശേഷിപ്പിക്കാവുന്ന നീക്കത്തിനൊടുവിൽ മിസ്റ്ററി സ്പിന്നർ എന്ന വിശേഷണമുണ്ടായിരുന്ന വരുൺ ചക്രവർത്തിയെ 8.40 കോടി മുടക്കിയാണ് കിങ്സ് 11 പഞ്ചാബ് സ്വന്തമാക്കിയത്. 8.40 കോടി എന്ന 2019 ഉയർന്ന തുക ലഭിച്ച മറ്റൊരു താരം ജയദേവ് ഉൻകട്ടാണ്. രാജസ്ഥാൻ റോയൽസാണ് താരത്തെ കൂടെ കൂട്ടിയത്. IPLലും ഇന്ത്യൻ ടീമിന്റെ ഭാഗമായപ്പോഴും അത്ര മികച്ച പ്രകടനങ്ങൾ തുടർച്ചയായി പുറത്തെടുക്കാനായില്ലെങ്കിലും ആഭ്യന്തര ക്രിക്കറ്റിലെ മിന്നും താരമാണ് ഉൻകട്ട്. വരുൺ ചക്രവർത്തി IPL പ്രകടനത്തിലൂടെ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായെങ്കിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനായില്ല.
2023 മുൻപ് 2020 പാറ്റ് കമ്മിൻസ് സീസണിലെ ഉയർന്ന വിലയുള്ള താരമായിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അന്ന് താരത്തിനായി മുടക്കിയത് 15.50 കോടിയായിരുന്നു. 2020 ഇത് IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ബൈ ആയിരുന്നു. കിടിലമെന്നൊന്നും വിശേഷിപ്പിക്കാവുന്ന ഒരു സീസൺ ആയിരുന്നില്ല കമ്മിൻസിന് 2020. 2021 ദക്ഷിണാഫ്രിക്കൻ ഓൾറൗണ്ടർ ക്രിസ് മോറിസിന് വേണ്ടി രാജസ്ഥാൻ റോയൽസ് മുടക്കിയത് 16.50 കോടി രൂപയാണ്. IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ ബൈ തന്നെയായിരുന്നു അത്. 2022 ഏറ്റവും അവസാന സ്ഥാനത്താണ് മുംബൈ ഇന്ത്യൻസ് ലീഗിൽ എത്തിയതെങ്കിലും ഇഷാൻ കിഷനായി 15.25 കോടി മുംബൈ ഇന്ത്യൻസ് മുടക്കി. തുടക്കത്തിലെ മത്സരങ്ങളിൽ വലിയ സ്കോറുകൾ നേടാൻ താരത്തിനായില്ലെങ്കിലും 14 മത്സരങ്ങളിൽ നിന്ന് 418 റൺസ് താരം നേടി. ഈ സീസണിലും താരം മുംബൈയുടെ ഭാഗം തന്നെയാണ്. മുംബൈയിലെ മികച്ച പ്രകടനങ്ങളാണ് താരത്തെ ഇന്ത്യൻ ടീമിൽ എത്തിച്ചത്. 2023 സീസണിൽ ഇംഗ്ലണ്ടിന്റെ ഓൾറൗണ്ടർ സാം കറൻ 18.50 കോടിക്കാണ് പഞ്ചാബ് കിങ്സിലെത്തിയത്. അന്നത്തെ IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയായിരുന്നു 18.50 കോടി. താരത്തിന്റെ ഓൾറൗണ്ടർ എന്ന നിലയിലുള്ള മികവാണ് ഇത്ര വലിയൊരു തുക ലഭിക്കാൻ കാരണം. സാം കറന് 15.50 കോടി ലഭിക്കുമ്പോഴും മറ്റൊരു താരത്തിന് 20 കോടിക്കപ്പുറമുള്ള ലേലത്തുക പോകുമെന്ന് ആരാധകർ ആരും കരുതിയിരുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം നടന്ന IPL മിനി താരലേലത്തിൽ IPL ചരിത്രത്തിലെ ലേലത്തുക 20 കോടി കടന്നു, അതും 2 തവണ. ഓസ്ട്രേലിയക്കായി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും ഏകദിന ലോകകപ്പ് വിജയവും സമ്മാനിച്ച ക്യാപ്റ്റനു വേണ്ടി സൺറൈസേഴ്സ് മുടക്കിയത് 20.5 കോടി രൂപയാണ്. പാറ്റ് കമ്മിൻസ് എന്ന താരത്തിന്റെ ബൗളിംഗ് മികവും ബാറ്റിംഗിൽ വേണ്ടപ്പോഴൊക്കെ തിളങ്ങാവുന്ന കഴിവും ക്യാപ്റ്റൻസി മികവുമാണ് ഇത്ര ഉയർന്ന തുക ലഭിക്കുന്നതിന് മുന്നിലെ കാരണം. കമ്മിൻസിന്റെ കോടിക്കണക്കിന്റെ റെക്കോർഡിന് വലിയ ആയുസ് ഉണ്ടായിരുന്നില്ല. സ്റ്റാർക്കിനായി ടീമുകളുടെ പിടിവലി തന്നെ ഉണ്ടായിരുന്നു. RCBയുമായുള്ള പോരാട്ടത്തിന് ശേഷമാണ് മിച്ചൽ സ്റ്റാർക്കിനെ കൊൽക്കത്ത സ്വന്തമാക്കുന്നത്, അതും 24.75 കോടി മുടക്കി. ഇത്ര ഉയർന്ന തുക ഒരു താരത്തിന് നൽകണോ എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ ഇതിനോടകം തന്നെ ചർച്ചകൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ വിലയിരുത്തൽ നടക്കുന്നത് മത്സരങ്ങൾ തുടങ്ങിയ ശേഷമായിരിക്കും. എന്തായാലും IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയുടെ ബൈ സംഭവിച്ചതിന്റെ റെക്കോർഡ് ഇനി സ്റ്റാർക്കിന് സ്വന്തം.